ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JD മീഡിയ. എൻ്റെ പേര് ജലീൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫിറ്റ്നസ് സീരീസിലെ ലെഗിൻ്റെ വർക്കൗട്ടുകളെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളും മറ്റു കാര്യങ്ങളും കാണിച്ചിരുന്നു. കുറച്ച് ആളുകൾ നല്ലൊരു ഫീഡ്ബാക്ക് തന്നു. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് നമുക്ക് ഇനിയും ഫ്യൂച്ചറിൽ വീഡിയോകൾ ചെയ്യുവാൻ പ്രചോദനമാകുന്നത്. സോ ലെഗിൻ്റെ വർക്കൗട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നേ വളരെ ഷോർട്ടായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിൽ പലരും ലെഗിൻ്റെ വർക്കൗട്ട് പാടെ സ്കിപ്പ് ചെയ്യുന്നവരാണ്. പല ആളുകളും മറ്റു അപ്പർ ബോഡി മസിൽസ്, ആംസ് ഇതിന് മാത്രം അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കും. ലെഗിന് തീരെ വർക്കൗട്ട് ചെയ്യാറില്ല, വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് റെഗുലർ ഷെഡ്യൂൾസിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. വല്ലപ്പോഴൊക്കെ എന്തിനോ വേണ്ടി ചെയ്യുന്ന പോലെ ഒരു വർക്കൗട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ലെഗിൻ്റെ മസിൽസാണ് നമ്മുടെ ടോട്ടൽ മസിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ. ഏതൊരാളും ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ആ വീടിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ ബോഡി മസിൽസിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മുടെ ലെഗ് മസിൽസ്. ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. നിങ്ങൾ ലെഗിൻ്റെ വർക്കൗട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ മറ്റു ബോഡി മസിൽസുകൾ അത് ഫോമായി കഴിഞ്ഞാൽ നിങ്ങൾ ബോഡി വെയിറ്റ് കൂടുമ്പോഴും നിങ്ങളെ കാൽമുട്ട് വേദന നിങ്ങൾക്ക് പലർക്കും അനുഭവപ്പെടും. അത് ലെഗിൻ്റെ വർക്കൗട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ റെഗുലറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. പിന്നെ വേറെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് അതിന്. ലെഗിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കാർഡിയോ കോറാക്ഷൻ ലഭിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നതാണ്. പിന്നെ നിങ്ങൾ റൺ ചെയ്യുന്ന ടൈമിൽ റെഗുലറായിട്ട് ലെഗിന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും നിങ്ങളുടെ കാലുകൾക്ക്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആയിരിക്കും. കാഴ്ചയിൽ നിങ്ങൾ ലെഗിൻ്റെ മസിൽസ് ഡെവലപ്പായി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഒന്നിനും പറ്റില്ല, ഫ്ലെക്സിബിൾ അല്ല എന്നുള്ള തോന്നലൊക്കെ വരും. പക്ഷേ അതൊക്കെ വെറും തോന്നലുകളാണ്. നിങ്ങൾ മാക്സിമം ലെഗിന് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ലെഗിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നിങ്ങളുടെ ശരീരഭാരം വളരെയധികം കുറയാൻ ലെഗിൻ്റെ വർക്കൗട്ട് നിങ്ങളെ സഹായിക്കും. അത് നിങ്ങൾ റെഗുലറായിട്ട് വർക്കൗട്ട് ലെഗിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ലെഗിന് വർക്കൗട്ട് ചെയ്ത് മസിൽ ഡെവലപ്പായി കഴിഞ്ഞാൽ, ലെഗ് കുറച്ചൊക്കെ ഡെവലപ്പായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഷേപ്പ് വെൽ ഡ്രസ്ഡ് ആണെങ്കിലും അത് നിങ്ങൾക്ക് അതിൻ്റേതായൊരു ഭംഗി നിങ്ങൾക്ക് കാണാം. ലെഗിൻ്റെ മസിൽസ് ഡെവലപ്പ് ആവാതെ മറ്റ് അപ്പർ ബോഡി മസിൽസ് ഡെവലപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ഇമാജിൻ ചെയ്യാൻ നോക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ ബോഡി എന്നുള്ളത്. നമ്മളെ തന്നെ നോക്കുമ്പോൾ അത് മനസ്സിലാവില്ല, മറിച്ച് നമ്മളെ വേറെ ഒരാൾ കാണുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ലെഗിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. മറ്റു മസിലുകളെ പോലെ തന്നെ ലെഗിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് അത് റെഗുലറായിട്ട് വർക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നമുക്ക് നമ്മുടെ വർക്കൗട്ടിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മുടെ ആദ്യത്തെ എക്സസൈസാണ് സ്ക്വാട്ട്. 4 സെറ്റ്സ് 10 to 12 റെപ്പിറ്റേഷൻ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെഗിൻ്റെ എക്സസൈസാണ്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കാൽമുട്ടുകൾ ഒരിക്കലും മുന്നിലോട്ട് വളരെയധികം പോകരുത്. പല ആളുകളും കാണാൻ കഴിയുന്നുണ്ട്, കാൽമുട്ടുകൾ വളരെയധികം മുന്നിലോട്ട് പോയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാൽ വിരലുകളുടെ അതേ ഈക്വാലിറ്റി തന്നെ ചെയ്യാൻ കഴിവതും ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസ് മാക്സിമം നിങ്ങൾ മാനുവലായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ റെഗുലറായിട്ട് സ്ക്വാട്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ലങ്സ്, ഹാർട്ട് എന്നിവയുടെ സ്ട്രെങ്ത്നെസ് വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മസിൽസുകളും ജോയിൻറ്റുകളും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനും നല്ല നിലയിൽ ഇമ്പ്രൂവ് ചെയ്യുവാനും വളരെയധികം സഹായകമായ ഒന്നാണ് സ്ക്വാട്ട്. സോ നമ്മുടെ രണ്ടാമത്തെ എക്സസൈസാണ് ലെഗ് പ്രസ്. 4 സെറ്റ്സ് 10 to 12 റെപ്പിറ്റേഷൻ. ഈ ഒരു എക്സസൈസ് തികച്ചും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം ഇത് ഫുള്ളി മെഷീൻ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സേഫാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത്. കഴിവതും നമുക്ക് അത്യാവശ്യം ഹെവി വെയിറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സസൈസാണിത്. ഈ എക്സസൈസ് മെയിനായിട്ട് ഹാംസ്ട്രിങ്സ് മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എക്സസൈസാണ്. അതുപോലെ തന്നെ ഈ ലെഗ് പ്രസ് എക്സസൈസ് നമ്മുടെ ഗ്ലൂട്ടിയൽ മസിൽസുകളെ സ്ട്രെങ്ത്നെസ് വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകമാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്വാഡ്രൈസെപ്സുകളെ വളരെയധികം ശക്തിയുള്ളതാക്കി മാറ്റുന്ന ഒരു എക്സസൈസാണ് ലെഗ് പ്രസ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇൻഡിവിജ്വലി ഓരോ എക്സസൈസിനും.
അത് ഓരോന്നും സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഷോർട്ടായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ മൂന്നാമത്തെ എക്സസൈസാണ് ലെഗ് എക്സ്റ്റൻഷൻ. ഈ എക്സസൈസ് 3 സെറ്റ്സ് ആണ്, 12 to 15 റെപ്പിറ്റേഷൻ. ഇതധികം വെയിറ്റ് ഉപയോഗിക്കാതെ മാക്സിമം ഡെഫിനേഷനോട് കൂടി വർക്കൗട്ട് ചെയ്യുക. പെർഫെക്ഷൻ വേണം. ഇത് ഡെഫിനേഷൻ വർക്കൗട്ടാണ്. നമ്മുടെ കാൽമുട്ടിൻ്റെ പാറ്റല്ലാർ ലെഗ്മെൻറ്റ്, ക്വാഡ്രൈസെപ്സ് അറ്റാച്ച്മെൻറ്റ് എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന എക്സസൈസാണ് ലെഗ് എക്സ്റ്റൻഷൻ. അതുപോലെ തന്നെ നമ്മുടെ കാൽമുട്ടിൻ്റെ ജോയിൻറ്റുകളെല്ലാം വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുവാനുള്ളൊരു എക്സസൈസാണ് ലെഗ് എക്സ്റ്റൻഷൻ. നമ്മുടെ നാലാമത്തെ എക്സസൈസാണ് സീറ്റഡ് ലെഗുകൾ. 4 സെറ്റ്സ് ചെയ്യുക, 10 to 12 റെപ്പിറ്റേഷൻ. ഈ ഒരു എക്സസൈസിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാംസ്ട്രിങ്സിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യുവാനും വളരെയധികം സഹായകമാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസ് നമ്മുടെ ഈ ലെഗ് മസിൽസ് ഗ്രൂപ്പിലെ മറ്റു മസിൽസുകളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഡൗൺ ചെയ്ത് 2 സെക്കൻഡ്സ് ജസ്റ്റ് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ സ്ലോവിൽ വേണം മുകളിലോട്ട് പൊക്കാൻ. ഇന്ന് നമ്മുടെ ലെഗിൻ്റെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ എക്സസൈസാണ് സീറ്റഡ് കാഫ് റൈസ്. 3 സെറ്റ്സ്, 12 to 15 റെപ്പിറ്റേഷൻ. വളരെ പെർഫെക്ഷനോടുകൂടി വേണം ചെയ്യാൻ. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ മേളിൽ 2 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഡൗൺ ചെയ്യുക. സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ കാഫിന് നമുക്ക് ഒരു എക്സസൈസ് ചെയ്യാൻ മതിയാകും. നെക്സ്റ്റ് ഷെഡ്യൂളിൽ നമുക്ക് വേറെ വർക്കൗട്ടുകൾ ഉൾപ്പെടുത്താം. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലെഗ് മസിൽസിൻ്റെ വർക്കൗട്ടുകളാണ് കണ്ടത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുന്നതാണ്. പിന്നെ ആദ്യമാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. മറ്റൊരു സീരീസ് വീഡിയോയുമായി കാണുന്നവരെയും ഗുഡ് ബൈ, ടേക്ക് കെയർ.